എല്ലാവർക്കും നമസ്കാരം. ജി ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിസംബർ 2023 CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല പോലെ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അതെന്തായാലും നല്ലൊരു അടിപൊളി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു വേർഡായിരിക്കും ഈ പെർസെൻറ്റൈൽ എന്നുള്ളത്. പലരും പെർസെൻറ്റേജുമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സ്കോർ കാർഡ് വരുമ്പോൾ അതിൽ പെർസെൻറ്റൈലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് വരുമ്പോൾ ഈ പെർസെൻറ്റൈൽ ഇത്ര പെർസെൻറ്റൈൽ എന്നാണ് പറയുക. അപ്പോൾ അത് എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വിവരിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ചില സ്റ്റുഡൻസ് പറയുന്നുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്കോർസ് ദാറ്റ് ഫോൾ ബിലോ ദാറ്റ് നമ്പർ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. അതായത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു റോ സ്കോർ ആണ് നിങ്ങൾക്ക് പറയാം. അതേസമയം പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് ഒരു ഒരു റാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് 100% ആണ് സ്കോർ ചെയ്തത് എന്നതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് 100 ഔട്ട് ഓഫ് 100 മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ സ്റ്റുഡന്റ് 100% ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ സ്കോറുകളും, ഈ എക്സാമിന് നടത്തിയിട്ടുള്ള എല്ലാ സ്കോറുകളും എടുത്താൽ ഒന്നുകിൽ ആ സ്റ്റുഡന്റിന്റെ സ്കോർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും. ദാറ്റ് മീൻസ് ഹിസ് ദ ടോപ്പ് സ്കോറർ. അല്ലെങ്കിൽ ദർ ഇസ് നോ സ്കോർ, അല്ലെങ്കിൽ 0% ആയിരിക്കും ആ സ്കോറിന് മുകളിലുള്ള സ്കോറുകൾ എന്ന് പറയുന്നത്. ഇതാണ് പെർസെൻറ്റൈൽ. ഈ പെർസെൻറ്റൈൽ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ n/n × 100 നിങ്ങളുടെ റാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഡേറ്റ സെറ്റ് × 100 എന്നുള്ള സമവാക്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. 10 സ്റ്റുഡൻസിന്റെ സ്കോർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 60, 65, 70, 38, 47, 49, 58, 79, 80, 92. ഈ പെർസെൻറ്റൈൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ 65 മാർക്ക് കിട്ടിയ ആളുടെ പെർസെൻറ്റൈൽ എന്താണ് എന്ന് പറയാൻ സാധിക്കണം. 65 സ്കോറാണ് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ 65 എന്നുള്ളത് 100 മാർക്കിലുള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 65% ആണ്. പക്ഷെ എന്താണ് ഈ പെർസെൻറ്റൈൽ എന്ന് നോക്കാം. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കോറിനെ നമ്മളൊന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അവരുടെ റാങ്ക് കാണാൻ വേണ്ടി. ഇപ്പൊ 38, 47, 49 എന്നിങ്ങനെ 10 പേരുടെയും അസെൻഡിങ് ഓർഡറിൽ എഴുതി. എന്നിട്ട് 65 നോക്കുക. 65 എത്രാമത്തെ റാങ്കിലാണ് വരുന്നത് നോക്കുക. ഇപ്പൊ നമ്പർ ഓഫ് സ്കോർസ് ബിലോ ഓർ ഈക്വൽ ടു 65. എത്ര സ്കോറുകളുണ്ട്? 1, 2, 3, 4, 5, 6. 6 പേര് എങ്കിലും ഒന്നുകിൽ 65 അല്ലെങ്കിൽ 65 താഴെയാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് 65 എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്. 6/10 × 100, അതായത് 60% ആണ് ഇവിടുത്തെ പെർസെൻറ്റൈൽ എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ ഈ CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷൻസിൽ എന്തിനാണ് ഈ പെർസെൻറ്റൈൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അത് ഒരു നോർമലൈസേഷൻ ടെക്നിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷൻസ് ഒത്തിരിയധികം ആളുകൾ എഴുതുന്നുണ്ട്. CSIR നെറ്റ് എക്സാമിനേഷൻസ് 4 സബ്ജക്റ്റുകളിലായിട്ടുള്ള നെറ്റ് എക്സാമിനേഷൻസ് ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ പകുതിയോളം ലൈഫ് സയൻസ് ആണ്. 1 ലക്ഷത്തോളം ആളുകൾ എഴുതാറുണ്ട്. അതുകൊണ്ട് ഇതിനെ 2 ഷിഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. 2 ഷിഫ്റ്റിലാണ് എക്സാം നടക്കുക. ഷിഫ്റ്റ് 1 ഉണ്ടാവും, ഷിഫ്റ്റ് 2 ഉണ്ടാവും. ഈ ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോറുകൾ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? അതിനൊന്ന് നോർമലൈസ് ചെയ്യണം. അത് നോർമലൈസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്താണ്, റോ സ്കോർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. റോ സ്കോർ ഉപയോഗിക്കുന്ന ഒരു തെറ്റായ രീതിയാണ്. കാരണം എന്താണ്, ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ചെയ്യുക? അവിടുത്തെ നിങ്ങളുടെ റാങ്ക് വാല്യൂ ആണ് നോക്കേണ്ടത്. ആ റാങ്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പെർസെൻറ്റൈൽ സ്കോർ ഉപയോഗിക്കുകയാണ്. ഷിഫ്റ്റ് 1 പെർസെൻറ്റൈൽ സ്കോർ നോക്കും, ഷിഫ്റ്റ് 2 പെർസെൻറ്റൈൽ സ്കോർ നോക്കും. അങ്ങനെ പെർസെൻറ്റൈൽ സ്കോർ നോർമലൈസ് ചെയ്തിട്ടാണ് CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ടോട്ടൽ പെർസെൻറ്റൈൽ സ്കോർ ലഭിക്കുന്നത്. അതെങ്ങനെയായിരിക്കും പെർസെൻറ്റൈൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. ഉദാഹരണമായിട്ട് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു ആ സെഷനിൽ, ഷിഫ്റ്റ് 1 ആണോ ഷിഫ്റ്റ് 2 ആണോ, പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഡിനോമിനേറ്റർ വരിക. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഇൻ ദ പർട്ടിക്കുലർ സെഷൻ, ഷിഫ്റ്റ് 1 ആണെങ്കിലും ഷിഫ്റ്റ് 2 ആണെങ്കിലും. ഇനി അതിൽ എത്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂമറേറ്ററിൽ വരിക. എന്നിട്ട് അതിനെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റൈൽ കിട്ടും.
ഇത് കുറെ കൂടി ആക്യുറേറ്റ് ആകുവാൻ, അതുപോലെ തന്നെ എന്താ പറയുക, ടൈസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് 7 ഡെസിമൽ പോയിന്റ് വരെ, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കോർ കാർഡ് അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 7 ഡെസിമൽ പോയിന്റ് വരെ എഴുതിയിട്ടുണ്ടാവും. 98.7 എന്നല്ല, 98.7054321 എന്ന് എഴുതിയിട്ടുണ്ടാവും. CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഈ പെർസെന്റൈൽ സ്കോറുകളുടെ ഒരു ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഡിഫറെന്റ് പെർസെന്റൈൽ സ്കോറുകൾ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. CSIRന്റെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണിത്. ഉദാഹരണമായിട്ട്, ഹു ഇസ് ദ ടോപ്പ് സ്കോറർ? ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് ഇപ്പൊ 400 ആണെന്ന് വിചാരിക്കുക ടോട്ടൽ സ്കോർ. അതിൽ 331 മാർക്ക് ലഭിച്ച ഒരാളാണ് അവിടുത്തെ ടോപ്പ് സ്കോറർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ 100% സ്കോർ. 100% എന്ന് പറയുന്നത് 331 എന്ന റോ സ്കോർ ആണ്. അത് കിട്ടിയ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം എല്ലാ സ്കോറുകളും ഏത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 331 ആയിരിക്കും. എബവ് 331 ഒറ്റ സ്കോർ പോലും ഉണ്ടാവുകയില്ല. 90 പോയിന്റ് അത്രയും പെർസെന്റേജ് സ്കോറുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ബി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിന് കിട്ടിയ സ്കോർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും. ഇനി മിനിമം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? മാക്സിമം കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ മിനിമം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് -15 ആണെന്ന് വിചാരിക്കാം. -15 ആണ് ഏറ്റവും മിനിമം ലഭിച്ചിട്ടുണ്ടായിരിക്കുക. അവർക്ക് കിട്ടുന്ന പെർസെന്റേജ് സ്കോർ എത്രയായിരിക്കും? അതും നമ്മൾ ഈ ഇക്വേഷൻസിലൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും, 1% ഈക്വൽ ആയിരിക്കും. പെർസെന്റൈലും പെർസെന്റേജും തമ്മിലുള്ള ഈ കൺഫ്യൂഷൻ ഒരുവിധമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, കൊളീഗ്സുമായിട്ട് ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്, അരവിന്ദ്.